സ്ക്രോൾ ചെയ്യില്ലേ? ക്രിസ്ത്യാനികൾക്ക് മൂന്ന് ദൈവമെന്ന് പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ചിന്ത ഉണ്ടായിട്ടുണ്ടോ? ദൈവം, പുത്രൻ, പരിശുദ്ധാത്മാവ്. മൂന്ന് പേരും മൂന്ന് വ്യക്തിത്വങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങളുടെ ചിന്താഗതിക്ക് ഒരു ഉദാഹരണമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോൺ കാലേബ് എന്ന് പറയുന്ന എൻ്റെ വീഡിയോ ആണ്. ഇനി നിങ്ങളിപ്പോൾ ഈ കാണുന്നത് എൻ്റെ ഒരു ഫോട്ടോയാണ്. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ വെക്കുക. ഒന്ന് ഈ വീഡിയോ, രണ്ട് ഈ പിക്ചർ. ഓക്കെ, മൂന്നാമതായിട്ട് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നു. ഇനി ഉദാഹരണത്തിന്റെ പൊരുൾ ഇങ്ങനെയാണ്. ഈ വീഡിയോയുടെ ഒരു പർപ്പസ് ഉണ്ട് അല്ലെ? ആ വീഡിയോയുടെ യൂസ് ചെയ്യുന്നതിന്റെ ഉദ്ദേശവും ഒന്നാണ്. ഇനി ഈ ഫോട്ടോയ്ക്ക് അതിന്റെ ഒരു പർപ്പസ് ഉണ്ട്, അതിന്റെ ഉദ്ദേശം ഒന്നാണ്. ഇനി മൂന്നാമതായി ഈ ഇരിക്കുന്ന ഞാൻ, എനിക്ക് ഒരു ഉദ്ദേശം, ഒരു പർപ്പസ് ഉണ്ട്. കാര്യങ്ങളിലേക്ക് വരാം. ഈ മൂന്നും പക്ഷേ മൂന്നാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്നു, വീഡിയോ നിങ്ങളുടെ അരികെയുണ്ട്, പിക്ചറും നിങ്ങളുടെ അരികെയുണ്ട്. എന്നാൽ ആ വീഡിയോ കാണുന്ന ആളും പിക്ചറിൽ കാണുന്ന ആളും ഈ ഞാനും മൂന്നുപേരും ഒന്നാണ്. സോ ഫങ്ഷനാലിറ്റിയിൽ വ്യത്യാസമാണെങ്കിലും മൂന്നും ഞാൻ തന്നെയാണ്. ഇനി ഞാൻ നിങ്ങളുടെ അരികിലുണ്ടോ? ഇപ്പോൾ ഇല്ല. എന്നാൽ ഈ പിക്ചറും ഈ വീഡിയോയും നിങ്ങളുടെ മുമ്പിലുണ്ട്. സോ ഇതുപോലെയാണ് ദൈവത്തിനുള്ള ഡെഫിനിഷനും. ഒരു ഉദാഹരണമാണ്. നിങ്ങൾ ഉദാഹരണ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. പിതാ, പുത്ര, പരിശുദ്ധാത്മാവ് മൂന്ന് വ്യക്തിത്വങ്ങളാണെങ്കിലും ഏക ദൈവമാണ്